ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഷഫ്നാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുഡ് ബ്ലോഗാണ്. അപ്പോൾ ഈ വീഡിയോ പെപ്പർ ചിക്കൻ്റെതാണ്. അപ്പോൾ ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എനിക്ക് മറക്കുമ്പോൾ അപ്പം എടുത്തിട്ട് എൻ്റെ വീഡിയോ തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോസിലേക്ക് കിടക്കാം. പെപ്പർ ചിക്കൻ അടിപൊളിയാണ് ഗൈസ്, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. 2 സവാള, 3 തക്കാളി, പിന്നെ വെളുത്തുള്ളി. അത് കൂടുതലെടുക്കുക. ഞാൻ ഇത്ര എടുത്തില്ലല്ലോ, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എടുക്കും, പക്ഷേ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ജിഞ്ചർ, പിന്നെ കരിവേപ്പില മാക്സിമം കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉണക്കിയ കാന്താരിയാണ്. അപ്പോൾ ഉണക്കിയ കാന്താരി ഇല്ലെങ്കിൽ നിങ്ങൾ സാദാ മുളക് എടുത്താൽ മതി. അത് നല്ല എരിവിനനുസരിച്ചിട്ട് എടുക്കാം. 5, 6, 7 എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കൻ ചെറിയ പീസായി കട്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് അരഞ്ഞിട്ട് വെക്കുക, നല്ല കട്ടാക്കി വെക്കുക, ചോപ്പാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ തക്കാളി മാത്രം കുറയ്ക്കരുത്, നമ്മൾ ഇതാണ് വേണ്ടത്, തക്കാളിയാണ് മെയിൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലതായിട്ട് ചതച്ചെടുക്കുക, വെളുത്തുള്ളിയും ജിഞ്ചറും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയെടുക്കാം. പെപ്പർ പൊടിയാണ്. അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് പെപ്പർ, 1 സ്പൂണ് മല്ലിപ്പൊടി, കൊറിയൻഡർ പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം. ഇതൊക്കെ ഇല്ലെങ്കിൽ പെപ്പർ മാത്രം ഇട്ടാലും മതി, ഓൾറെഡി എരിവ് ഉണ്ടാവുക. അപ്പോൾ ഇത്ര വേണ്ട, ഇതിൽ പകുതിയേ ഞാടുള്ളൂ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് പെരിജീരകം പൊടിച്ചതാണ്, വെള്ള ജീരകം പൊടിച്ചതാണ്, ക്യുമിൻ സീഡാണ്. ഇതും ഫ്രഷ് ആയിട്ട് പൊടിക്കാം. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർത്തെടുക്കാം. ഇത്രയ്ക്ക് മഞ്ഞൾപ്പൊടി മതി, ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ തുടങ്ങാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കോക്കനട്ട് ഓയിൽ. അപ്പോൾ നിങ്ങൾ കൂടുതൽ തന്നെ അതിട്ട് കൊടുക്കാം, കാരണം ഇതിൻ്റെ ബാക്കി വരുന്നത് നമ്മൾ സവാളയ്ക്ക് വഴറ്റാൻ എടുക്കും. അപ്പോൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കാന്താരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാന്താരി ഇല്ലെങ്കിൽ ഗ്രീൻ ചില്ലിയും കൂടെ ഇടുക. പിന്നെ കരിവേപ്പിലൊക്കെ ഒന്ന് വാരി വെതിരി ഇട്ട് കൊടുക്കുക, കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ കരിവേപ്പിലൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഒക്കെയാണ്. ഇത് പൊട്ടി തെറിക്കുന്നു. അപ്പോൾ കൈക്ക് വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണ് ടർമറിക്ക്, മഞ്ഞൾപ്പൊടിയും, പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ മീഡിയം. നിങ്ങൾ അപ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കത്തിപ്പോവരുത്. അപ്പോൾ പെപ്പർ ചിക്കനിൽ പെപ്പർ ഇല്ലാണ്ട് എങ്ങനെയാണ്? അപ്പോൾ 1 ടേബിൾ സ്പൂണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനില്ല അത്ര പെപ്പറും കൂടെ ഇട്ട് ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് നല്ലോണം വേവണം. ഇത് ഓരോരോ സൈഡൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ആവട്ടെ. നമ്മൾ ഇപ്പോൾ കരിവേപ്പില ഇട്ടതുകൊണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ആയിട്ടുണ്ട്, വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് സൂം അല്ലാത്തതുകൊണ്ട് ഇത് കറക്റ്റ് കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചിക്കന്. അപ്പം നമ്മൾ നേരത്തെ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ ചതച്ച കാന്താരിയും കൂടി ഇടാം. ഇതിൻ്റെ പച്ച മണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ കാന്താരി ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് തന്നെ ഇടാം. പച്ചമുളകാണ് നോർമലി ഇടാറ്. പിന്നെ ഇവിടെ കാന്താരി ഉണക്കിയതില്ലതിനെ കൊണ്ടാണ് നമ്മൾ ഇടുന്നത്. ഇത് നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് പറയാം. അപ്പം നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ എടുത്ത കൊറിയൻഡർ പൊടി ഇട്ട് കൊടുക്കുക, ചില്ലി പൗഡർ. ഇതിൽ 1 സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ആവശ്യമുണ്ട് ലാസ്റ്റ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം.
അപ്പോൾ ഇതിൻ്റെ പച്ച മണം പോകുന്നവരെ ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ എടുത്ത് 2 ജീരകപ്പൊടിയാണ്, ഇതും കൂടി ഇടാം. ഇത് പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നേരത്തെ നമ്മളെടുത്ത് വെച്ച് ചിക്കൻ ഇട്ടെടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി ഇട്ടെടുക്കുക. അപ്പോൾ 3 തക്കാളി തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കാം. ഗ്രേവി കൂടിയാൻ വേണ്ടിയിട്ടാണ്. നല്ല ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളി ഇട്ടാൽ മീഡിയം തീയിൽ വെക്കും. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിരുന്നു. കുറച്ച് പെപ്പറും കൂടി ഇട്ടെടുക്കാം. ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ കറിയാണ്. ജസ്റ്റ് ഒന്ന് അടച്ച് വേവിക്കും. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയി വരുമ്പോൾ ആയി ഇങ്ങനെ കാണുന്നുണ്ടാവും. നമ്മൾ തിളപ്പിച്ച് 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. തിളപ്പിച്ച വെള്ളം തന്നെ മാക്സിമം ഒഴിക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പേപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി കരിവേപ്പില ഇടുന്നത് ഇതാക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് വിശിലില്ലാണ്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. അപ്പം ചിക്കൻ മൊത്തം വെന്ത് കിട്ടും. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ അപ്പമാണ് ഉണ്ടാക്കിയത്. കീട്ടു ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.